വൈദ്യുതി വിപണി ഏറെ ഫലപ്രദമായി നോക്കിക്കണ്ട് വിൽപ്പന വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ടാറ്റ. ടാറ്റയുടെ ഫാക്ടറികളിൽ നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണെന്ന് പറയാതെ തരമില്ല. അതുപോലെ തന്നെ ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല മനോഹരമായ മോഡലുകളും അവർ പുറത്തിറക്കുന്നുണ്ട്. ടാറ്റയുടെ വാഹന നിരയിൽ പഞ്ച് EV നേടിയെടുത്തു കഴിഞ്ഞ ജനപ്രീതി ചെറുതല്ല. ഈ വൈദ്യുത വാഹന മോഡലിനെ പ്രണയിക്കുന്നവർക്കായി കമ്പനി ഇപ്പോൾ കൂടുതൽ മോടിയും സാങ്കേതിക തികവും നൽകി വീണ്ടും ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ വിപണിയിൽ എത്തിക്കാൻ ഒരുങ്ങുകയാണ്. നേരത്തെ തന്നെ കമ്പനി തങ്ങളുടെ പഞ്ച് മോഡലിന് ഫേസ് ലിഫ്റ്റ് അവതരിപ്പിച്ചിരുന്നു. അതിന്റെ കൂടെയാണ് പഞ്ച് EVക്കും അത്തരത്തിലുള്ള ഒരു മികവ് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നത്. ഫെബ്രുവരി 20-നാണ് ഈ ചെറിയ ഇലക്ട്രിക് വാഹനത്തിന്റെ പുതുക്കിയ പതിപ്പ് ഔദ്യോഗികമായി പുറത്തിറങ്ങാൻ തയ്യാറെടുക്കുന്നത്. പഞ്ചിന്റെ പെട്രോൾ പതിപ്പിന് ഫേസ് ലിഫ്റ്റിലൂടെ ശ്രദ്ധേയ മാറ്റങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും പഞ്ച് EV ഫേസ് ലിഫ്റ്റിൽ മാറ്റങ്ങൾ താരതമ്യേന സൂക്ഷ്മമായിരിക്കും എന്നാണ് സൂചന. എന്നാൽ അതൊരു പോരായ്മയാകാൻ വഴിയില്ല. കാരണം നേരത്തെ ഇറങ്ങിയ പഞ്ച് EV വാഹനങ്ങൾക്കെല്ലാം മികച്ച ഫീച്ചറുകൾ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇവിടെയും ലഭ്യമാണ്. പഞ്ച് EV ഫേസ് ലിഫ്റ്റ് ചെയ്ത മോഡൽ കാണാൻ തന്നെ ഏറെ ഭംഗിയുള്ളതാണ്. പുതുക്കിയ ബമ്പറും മിതമായ രീതിയിൽ പരിഷ്കരിച്ച ഹെഡ്ലാമ്പ് ക്ലസ്റ്ററുകളും പുതിയ മോഡലിന്റെ പ്രധാന ദൃശ്യ മാറ്റങ്ങളാണ്. കൂടാതെ പുതിയ 16 ഇഞ്ച് അലോയ് വീലുകളും ഈ മോഡലിൽ ഉണ്ടാവുമെന്നാണ് കരുതേണ്ടത്. പിൻഭാഗത്ത് പഞ്ച് പെട്രോൾ വാഹനത്തിൽ കണ്ടതുപോലെയുള്ള LED ലാമ്പുകൾ ഉൾപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ടാറ്റയുടെ തന്നെ വലിയ മോഡലായ ഹാരിയറിലെ മഞ്ഞ നിറത്തിന് സമാനമായ ഒരു പുതിയ മഞ്ഞ ഷെയ്ഡും അവതരിപ്പിക്കാൻ കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം നിറങ്ങൾ കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുമെന്ന ചിന്തയിലാണ് കമ്പനി. ഫേസ് ലിഫ്റ്റിന് മുമ്പുള്ള പഞ്ച് EVയിൽ 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫോർടൈൻമെന്റ്, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ, 10 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ എംബഡഡ് നാവിഗേഷൻ, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജർ, വോയിസ് അസിസ്റ്റഡ് ഇലക്ട്രിക് സൺറൂഫ് എന്നിവ ഉണ്ടായിരുന്നു. ഇവയെല്ലാം പുതിയ മോഡലിലും കാണാൻ കഴിയും. സാങ്കേതികതയിൽ കൂടുതൽ മികവോടെയാവും ഇതെന്ന് മാത്രം. എഞ്ചിൻ, ബാറ്ററി തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പോൾ തുടർന്ന പോലെ 2 ബാറ്ററി ഫീച്ചറുകൾ തന്നെയാകും ഉണ്ടാകുന്നത്. അതിനൊപ്പം തന്നെ ഇടത്തരം യാത്ര, ദൂരയാത്ര എന്നിവയ്ക്കുള്ള റീച്ചും റേഞ്ചും എല്ലാം തന്നെ അതുപോലെ ഉണ്ടാകും. ഇപ്പോൾ ലഭിക്കുന്ന പഞ്ച് EV 9.99 ലക്ഷം രൂപ മുതൽ 14.44 ലക്ഷം രൂപ വരെയാണ്. ഫേസ് ലിഫ്റ്റ് ചെയ്ത മോഡലിന് സമാന വില തന്നെയാവാനാണ് സാധ്യത. വില വർദ്ധിച്ചാൽ ഉപഭോക്താക്കൾ കൂടുതൽ വലിപ്പമുള്ള ടാറ്റ നെക്സോൺ EV തിരഞ്ഞെടുക്കാൻ തുനിഞ്ഞേക്കാം. അതിനാൽ തന്നെ വിലയിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ല. ചെറിയ വാഹനമാണെങ്കിലും ഇലക്ട്രിക് വാഹന സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് പഞ്ച് EV. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിൽപ്പന കൂടുതൽ നടക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം.